ഇന്ന് കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് 2 പേർ മരിച്ചു. ഇന്ന് വെളുപ്പിന് 12 പേർക്ക് പരിക്കേറ്റു. നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സജോ. യഥാർത്ഥത്തിൽ ഏത് വഴിക്ക് യാത്ര ചെയ്യുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്? ഈ മരിച്ച 2 പേർ ആരൊക്കെയാണ്? SKN അത്യന്തം ദാരുണവും ദൗർഭാഗ്യകരവുമായ അപകടമാണ് ഇന്ന് പുലർച്ചയോടുകൂടി കണ്ണൂരിൽ ഉണ്ടായത്. കായംകുളത്ത് നിന്നുള്ള ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സംഘം യാത്ര ചെയ്ത മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ അവർക്ക് കണ്ണൂരിലെ കടന്നപ്പള്ളി എന്ന സ്ഥലത്ത് ഷോ ഉണ്ടായിരുന്നു. ആ നാടകം അവതരിപ്പിച്ചു. അതിനുശേഷം അവർ കണ്ണൂരിലെ ചുരം പാത വഴി ബത്തേരിയിലേക്ക്, അതായത് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടെ നെടുമ്പോയിൽ ചുരം നിലവിൽ അറ്റകുറ്റപ്പണികൾക്കായി, നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ഇതറിയാതെ ആ പാതയിലേക്ക് അവരുടെ വാഹനം പ്രവേശിച്ചു. അവിടെ എത്തിയും പിന്നീട് അതുവഴി യാത്ര സാധ്യമാകില്ല എന്ന് മനസ്സിലായി. അതുവഴിയും പിന്നീട് മറ്റൊരു പാതയിലേക്ക്, അതായത് വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ, ബോയ്സ് ടൗൺ എന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മറ്റൊരു വഴി അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ ഒരു കുറുക്കു വഴി എന്ന് പറയാം, അങ്ങനെ ഒരു വഴി അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ആളുകളോട് ചോദിച്ചതിൽ നിന്ന് ആ വഴി അവർ തിരഞ്ഞെടുക്കുന്നു. അത് അങ്ങേയറ്റം ദുർഘടം പിടിച്ച അപകടകരമായ ഒരു പാതയായിരുന്നു. അതുവഴിയാണ് അവർ രാത്രിയിൽ യാത്ര ചെയ്തത്. ഇതിനിടെയാണ് വാഹനം പുലർച്ചയോടുകൂടിയും അപകടത്തിൽപ്പെട്ടത്. താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 14 പേരാണ്, ഈ നാടക സമിതിയുടെ ഭാഗമായ 14 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. ഈ അപകടത്തിൽ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. കായംകുളം മുതുകുളം സ്വദേശിനിയായ അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 9 പേരെ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഗുരുതരമായ പരിക്കുള്ള 2 പേരുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യം. 2 പേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. പിന്നീട് ഈ അപകടം ഉണ്ടായതോടെ നാട്ടുകാരും പിന്നീട് പോലീസും ഒക്കെ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുലർച്ചയോടുകൂടിയായിരുന്നു രക്ഷാപ്രവർത്തനവും ദുർഘടമായിരുന്നു. ആ പാത തന്നെ ദുർഘടമാണ്. ആ വഴിയിലൂടെ അവർക്ക് ഈ നെടുമ്പോയിൽ ചുരം പാത അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ ഈ വഴി തിരഞ്ഞെടുക്കുകയും ഇതുവഴി എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് പ്രവേശിക്കാമെന്ന് കരുതുകയും പുലർച്ചയോടുകൂടി യാത്ര ചെയ്യുകയും ചെയ്തത്. ബത്തേരിയിലെ ഷോയ്ക്ക് വേണ്ടിയാണ് വയനാട്ടിലേക്ക് അവർ സഞ്ചരിക്കുകയും ചെയ്തത്. അതിനിടെയാണ് താഴ്ചയിലേക്ക് ഈ വാഹനം മറിഞ്ഞത്. പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ആദ്യം സമീപത്തെ 2 ആശുപത്രികളിലേക്കാണ് എത്തിച്ചത്. സാരമായ പരിക്കുള്ള 9 പേരെയാണ് കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് അല്പം ഗുരുതരമായ പരിക്കുള്ളത് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നത്. 2 പേരുടെ മരണം അവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ അപകടമാണ് SKN സംഭവിച്ചത്. ഓക്കെ, സജോ ദേവസ്യാണ് നമുക്കിപ്പം ചേർന്ന്. വല്ലാത്ത വിഷമകരമായ കാര്യമാണ്. നാടകവണ്ടി മറിഞ്ഞാണ് 2 പേർക്ക് ദാരുണമായ അന്ത്യം ഉണ്ടായത്.